ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്നുണ്ടേ. ഞാനിന്ന് കരുതി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു ആഗ്രഹം ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോയാൽ ഞാൻ ഫുൾ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്തോ ഒരു ആഗ്രഹം തോന്നി, അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തത്, എൻ്റെ അടുത്ത് ഇതുണ്ടായിരുന്നു, സ്ട്രിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ. ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾ വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൈദയിലിട്ടിട്ട് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിതൊരു സിമ്പിളായിട്ട് എനിക്ക് എളുപ്പപ്പണിക്കേ ഞാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത്, അത് കട്ട് ചെയ്തിട്ട് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാനത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് അത് മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ എണ്ണയിൽ തന്നെ ആ ചിക്കനും കൂടി വറുത്തെടുക്കാം കേട്ടോ. ചിക്കനും കൂടി ആ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കണം. നമ്മുടെ ചിക്കനിവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് വേണ്ട സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണേ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്താ മൈദപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിത് ഒരല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇടുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഫ്ലേവർ കിട്ടുമേ. മിക്സ് ചെയ്ത് വെക്കാം. ഞാനിത് അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടി മിക്സ് ചെയ്യാം. മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കുറച്ച് മോസറല്ല ചീസ് ഉണ്ട് കേട്ടോ. അതന്നെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ സോസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സെറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തത്. നമുക്ക് കടകളിൽ നിന്നൊക്കെ തരുമ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലല്ല എടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ആഗ്രഹത്തിനാക്കുന്നതാണ്. എല്ലാം പെർഫെക്റ്റ് ഒന്നും ആവില്ല, എന്നാലും നമ്മളൊരു ആഗ്രഹം കഴിയുമല്ലോ. അതിനുശേഷം നമുക്ക് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം. ടൈം കഴിയുന്നതിനേക്കാളായിട്ട് കുറച്ച് കട്ടയായി വരും കേട്ടോ സോസ്. അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലത് കേട്ടോ. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും അതുപോലെ തന്നെ ലെയർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ സോസ് അതുപോലെ അങ്ങനെ ലെയർ ചെയ്ത് വീണ്ടും എടുക്കാം. ഗായ്സ്, നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഒരു ആഗ്രഹത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നാലൊരു ആഗ്രഹം, നമ്മുടെ ആഗ്രഹം തീർക്കാമല്ലോ. തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അത് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.